പാണക്കാട് കുടുംബത്തിനെതിരെ തോന്നിയാസം പച്ചയ്ക്ക് ഇയാൾ പറയുകയാണെങ്കിൽ മുസ്ലിം ലീഗിന് പ്രവർത്തകന്മാരുണ്ട്, സമസ്തയിലെ തന്നെ പ്രവർത്തകന്മാരുണ്ട്. അവർ ഏത് രീതിയിലാണ് പെരുമാറാമെന്ന് പറയാൻ പറ്റില്ല. ക്ഷമിക്കുന്നതിന് വളരെ എന്താണ്, അതിന് വളരെ പരിധിയുണ്ട്. അത് സമസ്തയിലെ ഉസ്താദുമാർ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട മുഷാവറ അംഗങ്ങൾ പഠിക്കണം. ഇത്തരത്തിലുള്ള റൗഡി ഭാഷയിൽ സംസാരിക്കുന്ന ഈ മനുഷ്യനൊക്കെയാണോ ഈ അതീവ പണ്ഡിതന്മാരിയിരിക്കുന്ന മുഷാവറയിൽ ഇരിക്കേണ്ടത്? അദ്ദേഹത്തിന് എന്ത് അർഹതയുള്ളത്? ബാഫീതങ്ങളെയും പൂക്കോയത്തങ്ങളെയും ആ പൈതൃകം വരെ ചോദ്യം ചെയ്യുന്ന ഈ മനുഷ്യനെ എന്തിനാണ് ഈ സമസ്തയ്ക്ക് ഇത്തരത്തിലുള്ള ആളുകൾ ആവശ്യം? വേറെ എത്ര നല്ല മനുഷ്യന്മാരുണ്ട്. ഇയാൾ ഒരു വട്ടമല്ല, നിരന്തരമായി ഇതിങ്ങനെ പറഞ്ഞുകൊടുക്കുക. ഇതിങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കണോ? ആയിരക്കണക്കിന് പള്ളികളുടെ കാവ്യാണ് ആ മനുഷ്യൻ. നിങ്ങൾ മനസ്സിലാക്കണം. ഞാനീ പറഞ്ഞല്ലോ നേരത്തെ 2 പോഷക സംഘടന, സമസ്ത ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ്, ബാഫിതങ്ങളാണ് മരിക്കും വരെ അതിനെ നയിച്ചത്. ഈ കണ്ട സ്ഥാപനം മൊത്തം ഉണ്ടാക്കിയ ഞങ്ങളെ സമസ്തക്ക് 10,000 മദ്രസ ഉണ്ടെന്നൊക്കെ ഇയാൾ പറയുന്നുള്ളൂ. ആരുണ്ടാക്കിയൊക്കെ അതിനൊക്കെ ഉള്ള പൈസ ഉണ്ടാക്കി പിരിവെടുത്ത് ഉണ്ടാക്കിയതാരാ? പാണക്കാട് തങ്ങന്മാരും ബാഫിക തങ്ങന്മാരും. ഓടി പറഞ്ഞാലേ സമുദായം പൈസയുള്ളൂ. അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഇയാൾ ഈ ഇടതുപക്ഷ സർക്കാരിലെ 2 കമ്മിറ്റിയിൽ ഇയാളുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇയാൾ ഇടതുപക്ഷത്തിൻ്റെ കീ കൊടുത്ത് അവിടെ നിന്ന് എന്താണ് അവരുടെ തിട്ടൂരം വാങ്ങി ഈ മുസ്ലിം ഉമ്മത്തിൻ്റെ ഐക്യം നശിപ്പിക്കാൻ ഇറങ്ങി തിരിച്ച ആളാണ് ഇയാൾ. ഒരു പാർട്ടി എന്ന നിലയ്ക്ക് സമസ്തയിലെ പ്രശ്നങ്ങളിൽ ഞങ്ങളൊക്കെ വളരെയധികം സൂക്ഷ്മതയോടെയും ജാഗ്രതയോടെ ഇടപെട്ടുള്ളൂ. നിങ്ങൾക്കറിയില്ലോ, ഈ സമസ്ത വേദികൾ ഉപയോഗിച്ച് എന്തെല്ലാം തോന്നിയ വിളിച്ചു പറഞ്ഞ് തിരിച്ച് പറയാൻ ഞങ്ങൾക്ക് അറിയായിട്ടില്ല. പാണക്കാട് കുടുംബം ഞങ്ങൾ അതിനൊക്കെ വിലക്കിയിരിക്കുകയാണ്.